അനിൽ ആൻ്റണി കേരളത്തിലെ രാഷ്ട്രീയ പോപ്പായ ശ്രീ പി സി ജോർജിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മാർഗദർശനത്തിൽ അമ്പലങ്ങൾ തോറും കയറിയിറങ്ങുന്നതും അവിടെ നേർച്ചകൾ അർപ്പിക്കുന്നതും ഉചിതമാണോ അനുചിതമാണോ, തെറ്റാണോ ശരിയാണോ? ഇതിനെപ്പറ്റി കേരളത്തിൽ ഇന്ന് ശബ്ദത്തോടുകൂടെയും നിശബ്ദമായും, വാക്കുകളിലൂടെയും വാക്കുകളില്ലാതെയും പരാമർശങ്ങളും പലവിധമായ പരിഭവങ്ങളും പലയിടങ്ങളിലും കുടികൊള്ളുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ ആദരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മെ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കണം എന്ന് മാത്രമേ എനിക്ക് ഏവരോടും അഭ്യർത്ഥിക്കാനുള്ളൂ. ഇതിനെപ്പറ്റി എൻ്റെ കാഴ്ചപ്പാട് എന്നത് ഞാൻ അല്പമൊന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. വസ്തുനിഷ്ഠമായി നാം ഇതിനെപ്പറ്റി ചിന്തിച്ചാൽ ആദ്യമേ നാം ചോദിക്കേണ്ടത്, അനിൽ ആൻ്റണി അമ്പലങ്ങളിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? ആരാധിക്കാൻ പോകുന്നതാണോ അതോ കാര്യസാധ്യത്തിന് പോകുന്നതാണോ? അനിൽ ആൻ്റണി പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ നാനാമത ഭക്തിസാന്ദ്രമായ ഒരു പ്രവർത്തനത്തിലേക്ക് കാലുകുത്തുമായിരുന്നില്ല എന്നതാണ് എൻ്റെ നിഗമനം. അനിൽ ആൻ്റണിയുടെ മാതാവ് അവനെ സ്നേഹിക്കുന്നത് കൊണ്ട്, അവൻ്റെ ഭാവിയെപ്പറ്റി ചിന്താഭാരമുള്ളത് കൊണ്ട് എലിസബത്ത് ആൻ്റണി ആലപ്പുഴ കൃപാസനത്തിൽ പോയി അവിടെ ഉടമ്പടിയൊക്കെ നടത്തി. അതും ആരാധിക്കാൻ പോയതല്ല, കാര്യസാധ്യത്തിന് പോയതാണ് എന്നതിനെപ്പറ്റി ഉണ്ടാകാൻ ഇടയുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ മനസ്സിനെപ്പറ്റി യാതൊരു സംശയമില്ല. പിന്നെ നാം ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, വേദപുസ്തകം വായിക്കുന്നു, ഭവനങ്ങളിൽ പ്രാർത്ഥിക്കുന്നു, വിവിധമായ മതപരമായ പ്രക്രിയയിൽ പങ്കെടുക്കുന്നു. ഇതൊക്കെയും ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണോ കാര്യസാധ്യത്തിനാണോ എന്ന് അല്പം ആലോചിക്കുന്നത് ഗുണം ചെയ്യും എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഇനിയും ഞാൻ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ ഒരു കാലത്ത് തുടർച്ചയായി മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഞാൻ അവിടെ പോകുമ്പോഴൊക്കെ അവിടെ ഉണ്ടായിരുന്ന തിരുമേനിമാർ തൊട്ട് അമേനിമാർ വരെ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്, അച്ഛാ, ഈ മണക്ക് വന്നിരുന്ന് മാരാമൺ കൺവെൻഷൻ കൊണ്ട് സുവിശേഷം കേൾക്കുന്ന 10,000-ൽ പരം ഹിന്ദുക്കൾ എല്ലാ ദിവസവും ഇവിടെ വന്ന് ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് അച്ഛൻ അറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കടശി യോഗത്തിലാകുമ്പോൾ അത് 15,000-ആയി വർദ്ധിക്കുമെന്നതാണ് കണക്ക്. അപ്പോൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത് പറയുമ്പോൾ വളരെ വളരെ അഭിമാനത്തോടും അല്പമല്ലാത്ത അഹങ്കാരത്തോടും കൂടെയാണ് അങ്ങനെ പറയുന്നത്. അത് ന്യായമായ അഹങ്കാരമാണ്, എനിക്കതിനെപ്പറ്റി ഒരു വിമർശനവുമില്ല. എന്നാൽ അതേസമയം തന്നെ ഒരു 10 ക്രിസ്ത്യാനി, വേറെ 2 ക്രിസ്ത്യാനി, അല്ല 1 ക്രിസ്ത്യാനി എവിടെയെങ്കിലും ഗീതാ ഭാഷണം നടക്കുന്നു, ഗീതയെപ്പറ്റി ഉള്ള പ്രസംഗം നടക്കുന്നു, അത് കേൾക്കാൻ പോയാൽ നമ്മുടെ ഇടയിൽ വലിയ ദേഷ്യമുണ്ടാകും. അവനെ നമ്മൾ നിർത്തിപ്പൊരിക്കും, അല്ലെങ്കിൽ അവനെ നിഷ്കാസനം ചെയ്യണമെന്ന അഭിപ്രായം. ഇനി നമുക്ക് മറ്റൊരു കാര്യം, നമുക്ക് വളരെ അത്യാവശ്യമായൊരു കാര്യം സാധിക്കും. അതിന്ന മന്ത്രി നോക്കിയാൽ നടക്കും. പക്ഷേ ആ മന്ത്രിയെ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ മന്ത്രിയോട് വളരെ അടുപ്പമുള്ളൊരു ഹിന്ദു സന്യാസി അടുത്തുണ്ട്. അയാളെ പിടിച്ചാൽ നമ്മുടെ കാര്യം നടക്കും. നമ്മൾ ആ ഹിന്ദു സന്യാസിയുടെ അടുത്ത് പോകുമോ ഇല്ലയോ? തീർച്ചയായും പോയിരിക്കും. ഞാൻ പറയാൻ കാര്യം, ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ ക്രിസ്ത്യാനികൾക്ക്
ഏതെങ്കിലും സമയത്ത് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെയും ആളുകൾ എൻ്റെ അടുത്ത് വന്ന് എന്നെക്കൊണ്ട് കൈകാര്യം ചെയ്യാവുന്നതാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സ്വാമി അഗ്നിവേശനെ കൊണ്ടൊന്ന് പറയിക്കാമോ? ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കാൻ ആരും എന്നോട് പറഞ്ഞില്ല. പിതാവ് ദൈവത്തോട്, പരിശുദ്ധാത്മാവ് ദൈവത്തോട്, മാതാവിനോട് പ്രാർത്ഥിക്കാൻ ആരുമുണ്ടോ? സ്വാമി അഗ്നിവേശനോടൊന്ന് പറയാം എന്നാണ്. അപ്പോൾ കാര്യസാധ്യത്തിന് വേണ്ടി നമുക്ക് എന്തുമാകാം. പക്ഷേ അതല്ലാതെ നമ്മൾ മറ്റുള്ളവരുമായി ഒരു വിധത്തിലും സഹകരിക്കരുത് എന്ന ഈ നിലപാട് ശരിയാണ്. ഇതിനോടനുബന്ധിച്ചുള്ള മറ്റൊരു കാര്യമാണ് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ക്രിസ്ത്യാനിക്ക് പഠിക്കാമോ അല്ലയോ? ഇവിടെ ഒരു കത്തോലിക്ക പുരോഹിതൻ വച്ച് കീച്ചുന്നത് ഞാൻ കണ്ടു. ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കും ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസുമെല്ലാം ഹിന്ദുക്കളുടെ ആരാധനാമയമുള്ളതാണ്, അവരുടെ ദൈവങ്ങളെ ആരാധിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അതിൽ പെട്ട് അവരുടെ ആത്മാവ് നരകത്തിൽ പോകാൻ നിങ്ങൾ സൂക്ഷിക്കണം. ആരും ഒരു കാലത്തും തങ്ങളുടെ മക്കളെ ക്ലാസിക്കൽ മ്യൂസിക് പഠിപ്പിക്കുകയോ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുകയോ ചെയ്യരുത് എന്ന് അദ്ദേഹം ഘോരം നിന്ന് പ്രസംഗിക്കുകയാണോ, വെട്ടിവിടുകയാണോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ തള്ളിമറിക്കുകയാണോ ചെയ്യുന്നത് എന്നത് നിങ്ങൾ ഒന്ന് വിഭാവന ചെയ്യണം. ഇതിനോടനുബന്ധിച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള കാര്യം നമുക്കറിയാം. യേശുദാസിന് ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാനായിട്ട് അല്പം സഹായം തേടി അദ്ദേഹത്തിൻ്റെ അപ്പനായ അഗസ്റ്റിൻ ജോസഫ് യുവാവായ യേശുദാസിനെ കൊണ്ട് ഒരു കത്തോലിക്ക തിരുമേനിയുടെ അടുത്ത് തെണ്ടാൻ ചെന്നപ്പോൾ തിരുമേനി പറഞ്ഞു, ഹായ്, ക്രിസ്ത്യാനി ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കൂ, അവനെ ടൈപ്പ് പഠിപ്പിക്കുക, അവന് രണ്ട് ആഹാരത്തിനുള്ള വഴിയുണ്ടാകട്ടെ. ക്രിസ്ത്യാനി ക്ലാസിക്കൽ മ്യൂസിക്, ശാസ്ത്രീയ സംഗീതം പഠിക്കുമോ? അയ്യോ, നാണക്കേട്. ഇതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഇപ്പോൾ യേശുദാസ് ഒരു പള്ളിയിൽ വന്ന് പാടാമെന്ന് പറഞ്ഞാൽ ഭയങ്കര അഭിമാനമാണ്, ഭയങ്കര. നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ അല്പം സംഗീതമൊക്കെ വശമുള്ള, മ്യൂസിക് ഡയറക്റ്റ് ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തി, അദ്ദേഹം എഴുതിയൊരു പാട്ട് ചിത്രയെ കൊണ്ട് പാടിപ്പിച്ചതിൽ അദ്ദേഹത്തിനുണ്ടായ വലിയ സന്തോഷവും നിർവൃതിയും എന്നെ അറിയിച്ചു. അത് ന്യായമാണ്, ഞാനും ആ സന്തോഷത്തിൽ പങ്കെടുക്കുന്നു. യേശുദാസിനെ കൊണ്ട് പാടിക്കാൻ കഴിയുമെങ്കിൽ അതെത്രയോ മഹനീയമാണ്. ഇതൊക്കെ നമുക്ക് സൗകര്യമനുസരിച്ച് വളച്ചൊടിക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ പൊതുവായി നമ്മുടെ കാര്യസാധ്യം അങ്ങോട്ട് മാറ്റിവെച്ചാൽ, കാര്യസാധ്യത്തിന് എന്തും ചെയ്യാം. ഏത് കഴുതയുടെയും കാല് പിടിക്കാം, ഏത് അമ്പലത്തിലും പോകാം, ഏത് നേർച്ചപ്പെട്ടിയിലും കാശിടാം, കുരിശു തൊട്ട് അങ്ങനെ എവിടെ വേണമെങ്കിലും പോയി കാശിടാം, ദൈവത്തിന് കൈക്കൂലി കൊടുക്കാം. പക്ഷേ അന്യമതസ്ഥരായ ആളുകൾ അവരുടെ ഇടയിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് അംഗീകരിക്കുകയോ അവരുടെ വേദങ്ങളിൽ, സ്ക്രിപ്ചറുകളിൽ എന്തെങ്കിലും ശ്രദ്ധേയമായ മനുഷ്യൻ്റെ ബുദ്ധിയിൽ വെളിച്ചം പകരാൻ പര്യാപ്തമായ എന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒരിക്കലും സ്പർശിക്കുക പോലും ചെയ്യരുത് എന്നുള്ളതാണ് നമ്മുടെ ഭക്തിയുടെ ഉള്ളടക്കം എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ട കാര്യം തന്നെയാണ്. എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇതിനോടനുബന്ധമായ ഒറ്റ കാര്യമേ പറയാനുള്ളൂ. അതായത്, നാം ഇന്നത് ചെയ്തില്ല എന്നതുകൊണ്ട് ഒരു ആത്മീയ മേന്മയും നമുക്ക് അവകാശപ്പെടാൻ സാധ്യമല്ല. ഞാൻ അമ്പലത്തിൽ പോയില്ല, അല്ലെങ്കിൽ ഞാൻ ശാസ്ത്രീയ സംഗീതം പഠിച്ചില്ല, അല്ലെങ്കിൽ എൻ്റെ മകൾ ശാസ്ത്രീയമായ നൃത്തം പഠിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ ഹിന്ദുക്കളുടെ ഒരു കാര്യത്തിലും പങ്കെടുത്തില്ല എന്നത് അതിലെന്തെങ്കിലും അഭിമാനിക്കാൻ വകയുണ്ടോ, അതിലെന്തെങ്കിലും ആത്മീയമായ കഴമ്പുണ്ടോ, അതിലെന്തെങ്കിലും മതപരമായ മെറിറ്റുണ്ടോ എന്നതിനെപ്പറ്റി എനിക്ക് കാര്യമായ സംശയമുണ്ട്. യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ഇന്നത് ചെയ്തില്ല എന്നതുകൊണ്ടൊന്നും ആയില്ല. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കണം. അവിടെ എന്താണ് യേശു പറയുന്നത്? പ്രത്യേകിച്ച് 16-ാമത്തെ വാക്യത്തിൽ,
നിങ്ങളുടെ സൽപ്രവൃത്തികൾ ലോകത്തിൽ എല്ലാവരുടെയും മുമ്പിൽ വെളിവാക്കപ്പെട്ട് അതിൻ്റെ വെളിച്ചത്തിൽ മറ്റുള്ളവർ ദൈവത്തെ അറിയുന്നതാണ് നിങ്ങളുടെ ആത്മീയമായ ജീവിതത്തിൻ്റെ ഉള്ളടക്കം. അതായിരിക്കണം. ലെറ്റ് യുവർ ലൈറ്റ് സോ ഷൈൻ ബിഫോർ മെൻ ദാറ്റ് ദേ മേ സീ യുവർ ഗുഡ് വർക്ക്സ് ആൻഡ് ഗിവ് ഗ്ലോറി ടു യുവർ ഫാദർ ഇൻ ഹെവൻ. നിങ്ങളുടെ സൽപ്രവൃത്തികളെ കണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വീകരിക്കട്ടെ. അതിനകത്ത് മുതിരാതെ ഞാൻ അവിടെ പോകുന്നില്ല, ഇവിടെ പോകുന്നില്ല, ഞാൻ അവരെ സ്വീകരിക്കുകയില്ല, ഇവരെ സ്വീകരിക്കുകയില്ല. നമ്മുടെ ഇടയിൽ, ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ പരസ്പരം നമ്മൾ സ്നേഹിക്കുകയോ സേവിക്കുകയോ അംഗീകരിക്കുകയോ ഒരു കൂട്ടർ മറ്റുള്ളവരിൽ നന്മയുണ്ട് എന്ന് സമ്മതിക്കുകയോ ചെയ്യാറില്ല. ഇപ്പം പെന്തക്കോസ്തുകാരോട് ചോദിച്ചാൽ അവരല്ലാതെ ബാക്കി എല്ലാവരും നരകത്തിൽ പോയി, നരകത്തിൽ മാത്രമല്ല, നരകത്തിൽ ഈ തിളച്ച വെള്ളയിൽ പൊരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ബാക്കിയുള്ള ക്രിസ്ത്യാനികളെല്ലാം പോകുന്നത്. അവർ മാത്രം അബ്രഹാമിൻ്റെ മടിയിൽ ഇങ്ങനെ ഇരുന്ന് ഹല്ലേലൂയ കൈകൊട്ടി തമ്പറടിച്ച അബ്രഹാമിൻ്റെ മടി കുളമാക്കും അവർ. കത്തോലിക്കരോട് ചോദിച്ചാൽ ബാക്കിയുള്ളവരെല്ലാം ഈ പർഗേറ്റ് വിശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് നരയിച്ചു. കാരണം യേശുവിൻ്റെ ശരീര രക്തങ്ങൾ അവരുടെ കയ്യിൽ മാത്രമാണ് ഇരിക്കുന്നത്. അതിൻ്റെ കുത്തക മറ്റാർക്കും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ബാക്കിയുള്ളവർ നടത്തുന്നത് സക്രമന്തല്ല. സക്രമത്തിൽ പങ്കെടുക്കാത്തവൻ ഒരിക്കലും ആത്മീയമായ എന്തെങ്കിലും ഗുണമുള്ളവനല്ല. അതോടുകൂടെ ഈ ജനത മുഴുവനും നശിച്ചു പോകും. അങ്ങനെ ഓരോരുത്തരും വിശദീകരിക്കേണ്ട കാര്യം നിങ്ങൾക്കറിയാം. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും യാക്കോബ സഭയിലെ ഒരു മെത്താനോട് ചോദിക്കണം, ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ആരെങ്കിലും സ്വർഗത്തിൽ പോകും? ഒരുത്തൻ അതിൻ്റെ പടിവാതിൽക്കൽ ചെല്ലതെന്ന് പറയും. അതുപോലെ തന്നെ ഓർത്തഡോക്സിലെ തിരുമേനോട് ചോദിക്കണം, യാക്കോബ സഭയിലെ ഏതെങ്കിലും തിരുമേനിയോ അയ്മേനിയോ പുരോഹിതനോ സ്വർഗത്തിൽ പോകുമോ? അയ്യോ, അങ്ങനെ ആരെങ്കിലും അബദ്ധത്തിൽ വന്നാൽ ഞാൻ സ്വർഗത്തിലാണ്, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി നരകത്തിൽ പോകും എന്നേ പറയത്തുള്ളൂ. അങ്ങനെ മറ്റും നമ്മുടെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഇതുകൊണ്ടൊന്നും ആയില്ല. മറ്റുള്ളവരെ നിരാകരിച്ചത് കൊണ്ടോ അവരെ വെറുത്തത് കൊണ്ടോ അവരിലുള്ള നന്മ നിരാകരിച്ചത് കൊണ്ടോ ഒരു നേട്ടവുമില്ല. അത് വെറും പാപ്പരത്വത്തെ സൂചിപ്പിക്കുന്നു. നാം എന്താണ് നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്? ലെറ്റ് യുവർ ലൈറ്റ് സോ ഷൈൻ ബിഫോർ മെൻ. നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ടോ? മറ്റുള്ളവരുടെ ഉള്ളിൽ അന്ധകാരമാണോ എന്നുള്ളതല്ല പ്രശ്നം. നിൻ്റെയും എൻ്റെയും ഉള്ളിൽ വെളിച്ചമുണ്ടോ? അതാണ് പ്രശ്നങ്ങൾ. ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു പോസിറ്റീവായ ക്രിയാത്മകമായ ഒരു ആത്മീയ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ ക്രിസ്ത്യാനി ഒരിക്കലും ശ്രമിക്കുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയാൻ പോവുക. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുകയാണെന്ന് നിങ്ങൾ വിചാരിച്ചാലും സാരമില്ല. ആ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം ഞാൻ ഈ പറയുന്നത് ചുമ്മാതെ പറയുന്നതല്ല. ഒരു പുരുഷ ജീവിതത്തിലെ, ഒരു മനുഷ്യ ജീവിതത്തിലെ അനുഭവങ്ങളുടെ ആകത്തുകയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ ദയവായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ എൻ്റെ അനുഭവങ്ങളും പരാമർശിക്കുന്നതിൽ അപാകതയില്ല. അപാകത ഉണ്ടെങ്കിലും സാരമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ 1981 ഡൽഹിയിൽ ഒരു ഹൗസിംഗ് സൊസൈറ്റിയിൽ ചേർന്നു. വിരാത് കോഓപ്പറേറ്റീവ് ഗ്രൂപ്പ് ഹൗസിംഗ് സൊസൈറ്റി എന്നാണ് എൻ്റെ പേര്. അത് ചേരാൻ കാരണം 2 കാരണങ്ങൾ. ഒന്ന്, അന്ന് എനിക്ക് ഔദ്യോഗിക വസതിയില്ല. ഇപ്പോൾ ഡൽഹിയിലൊക്കെ വാടക കൊടുത്ത് താമസിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഒരു മാസത്തെ ശമ്പളം മുഴുവനും കൊടുത്താലേ സാമാന്യമായി താമസിക്കാൻ, ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ വിചാരിച്ചു സാരമില്ല, ബാങ്കിൽ നിന്ന് കടമെടുത്താൽ ഇത് നമുക്ക് സാധ്യമാണ്, പിന്നെ ഇത് ഗഡുക്കളായി അടച്ചു തീർത്താൽ മതിയല്ലോ. രണ്ടാമത്, ഈ വിരാട് കോഓപ്പറേറ്റീവ് ഗ്രൂപ്പ് ഹൗസിംഗ് സൊസൈറ്റി ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ടീച്ചേഴ്സിൻ്റെയും ഡൽഹി യൂണിവേഴ്സിറ്റിയിലെയും അതിൻ്റെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള 72 കോളേജിലെ ടീച്ചേഴ്സിൻ്റെ മാത്രം സംഘടനയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ അഴിമതി കാണത്തില്ല. ഇപ്പം നമ്മൾ ഇതിനകത്ത് നമ്മുടെ പൈസ ഇട്ടാൽ അത് ഗോപി വരയ്ക്കത്തില്ല എന്ന ഒരു ധാരണ ഞാൻ ചേർന്ന് ഏതാനും
മാസങ്ങൾ കഴിഞ്ഞു, അല്പം പണിയൊക്കെ തുടങ്ങിയപ്പോൾ പണി നിന്നു. കാരണം ഇതിൻ്റെ ഭാരവാഹികളായ ആളുകൾ അത് മുഴുവനും പതുക്കെ പതുക്കെ മോഷ്ടിക്കാൻ തുടങ്ങി. അപ്പോൾ അധ്യാപകരാണെങ്കിലും എത്ര സത്യസന്ധരാണെന്ന് നിങ്ങൾ വിചാരിക്കും. അങ്ങനെ പണി ഉപേക്ഷിച്ചു. 1 വർഷം അങ്ങനെ ഒരു പണിയും നടക്കാതെ കിടന്നു. അപ്പോൾ ഓരോ ദിവസവും പണി നടക്കുന്നില്ല എങ്കിൽ ഭീമമായ നഷ്ടം വന്നുകൊണ്ടേയിരിക്കും, നിങ്ങൾക്കറിയാം. അപ്പോൾ 67 പേരാണ് ഈ ഹൗസിംഗ് സൊസൈറ്റി. ഞാൻ മാത്രമാണ് ഒരു ക്രിസ്ത്യൻ. ഒരു ദിവസം ഒരു 20-25 പേര് എന്നെ കാണാൻ എൻ്റെ വീട്ടിൽ വന്നു. അതെല്ലാം ഇതിൻ്റെ അംഗങ്ങളാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ സഹികെട്ടു, ഇത് എവിടെയെങ്കിലും ചെന്നെത്തുന്ന ഒരു ലാഞ്ച കാണുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വന്നത് താങ്കൾ ഇതിൻ്റെ ചുമതല ഏറ്റെടുക്കണം. കാരണം പറഞ്ഞത്, താങ്കളൊരു ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് സത്യസന്ധനായിരിക്കും എന്ന് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എനിക്കിതിനകത്ത് വലിയ പരിചയമൊന്നുമില്ല, തക്കതായ കഴിവും എക്സ്പെർട്ടീസും ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ കഴിവുകൾ പരിമിതമാണ്, പക്ഷേ ഞാൻ പരമാവധി ശ്രമിക്കാം. ഒരു കണ്ടീഷനേ ഉള്ളൂ, മാനേജിങ് കമ്മിറ്റി ഉണ്ടാകരുത്. ആരും എന്നോട് എന്ത് ചെയ്തെന്നോ എന്ത് ചെയ്തില്ലയോ എന്ന് ചോദിക്കരുത്. കണ്ണടച്ച് എന്നെ വിശ്വസിക്കാമെങ്കിൽ മാത്രം ഞാനത് ചെയ്യാം. അവർ എഴുതി തന്നു. അവർ ജനറൽ ബോഡി മീറ്റിംഗ് കൂടി റെസൊല്യൂഷൻ പാസ്സാക്കി എന്നെ മാത്രം പിന്നെ പൂർണ്ണ ചുമതല ഏൽപ്പിച്ചു. ഞാനത് ഒരു 1.5 വർഷം കൊണ്ട് പണി തീർത്തു. ഞാൻ പറഞ്ഞത്, ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ മറ്റുള്ളവരെ വഞ്ചിക്കുകയില്ല എന്ന ഒരു ധാരണ അന്നുണ്ടായിരുന്നു, പക്ഷേ ഇന്നില്ല, തീർച്ചയായിട്ടുമില്ല. കേരളത്തിൽ അങ്ങനെ ക്രിസ്ത്യാനികളെ പറ്റി ആരെങ്കിലും പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. രണ്ടാമത്തെ അനുഭവം ഞാൻ പറയും. ഞാൻ 25 വർഷത്തോളം സ്വാമി അഗ്നിവേശ് എന്ന് പറയുന്ന വളരെ ആദരണീയനായ ഒരു ഹിന്ദു സ്വാമിയുമായി വളരെ അടുത്ത് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ശ്രദ്ധേയമായ പല ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഭാരതത്തിലും വിദേശത്തും ഞങ്ങൾ ധാരാളമായി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഒരു ഡിസംബർ 31-ാം തീയതി വൈകിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ താമസിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ സന്തോഷം. എൻ്റെ ഭാര്യയും മക്കളുമൊക്കെ അദ്ദേഹത്തെ എന്നെ എത്ര സ്നേഹിക്കുന്നു, ഒരുപക്ഷെ അതിനേക്കാൾ ഒരുപടി കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് അതുകൊണ്ട് അഭിമാനമാണ്. ഒരു ആഹാരമൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങളിത് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനേകം ആളുകളെ വിശ്വസിച്ചിട്ടുണ്ട്, അവരെല്ലാം എന്നെ വഞ്ചിച്ചിട്ടുണ്ട്. ഞാൻ താങ്കളെപ്പോലെ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ പ്രധാനപ്പെട്ട കാരണം, സ്വാമി അഗ്നിവേശിന് എഴുതാൻ പ്രയാസമാണ്. അദ്ദേഹം അതിമനോഹരമായി പ്രസംഗിക്കും. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാൽ ചിലപ്പോൾ നമ്മുടെ എല്ലുരുകിപ്പോവും, അത്ര ശക്തിയായി പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് കഴിയും. പക്ഷേ എഴുത്ത് വശമില്ല, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ. ഇപ്പം ഞാൻ അദ്ദേഹത്തിന് അനേക നൂറുകണക്കിന് ലേഖനങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ആശയമാണ്, എൻ്റെ ആശയമാണ്, അദ്ദേഹത്തിൻ്റെ ആശയം. അത് മനസ്സിലാക്കി അതിൻ്റെ ആധികാരികതയിൽ ഭാഷ മാത്രം എൻ്റേത്, ആശയം അദ്ദേഹത്തിൻ്റേത്. അങ്ങനെ നൂറുകണക്കിന് ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ച്. ഇതിൻ്റെ ഒന്നും വരുമാനം ഞാൻ കൈപ്പറ്റിയിട്ടില്ല. നിങ്ങൾക്കറിയാം, ഒരു ലേഖനം പബ്ലിഷ് ചെയ്യുമ്പോൾ 3000 രൂപ 4000 രൂപ വരുമാനം ഉണ്ടായിരിക്കും. ചില പത്രങ്ങളിൽ 10000 രൂപ ഉണ്ടായിരിക്കും. സ്വാമി അഗ്നിവേശിൻ്റെ പേരിൽ ദ ടെലഗ്രാഫ് പോലെയുള്ള പത്രത്തിൽ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്താൽ അവർ 20,000 രൂപ കൊടുക്കും. അത് ആളിനോടുള്ള ബഹുമാനം കൂടെയാണ്. ഇതിലൊന്നും 1 രൂപ ഞാൻ കൈപ്പറ്റിയിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, ഇതിനെപ്പറ്റി എനിക്ക് ബോധ്യം പോലും, ഞാൻ ചോദിക്കാറ് പോലുമില്ല. അദ്ദേഹം പറയും, ഇന്ന വിഷയത്തെപ്പറ്റി ആർട്ടിക്കിൾ നമുക്ക് പബ്ലിഷ് ചെയ്യാമെന്ന് പറയും. ഞാൻ എഴുതി കൊടുക്കും. എൻ്റെ പേര് ഞാൻ വെക്കാറില്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ. അദ്ദേഹത്തിൻ്റെയും എൻ്റെയും പേരിൽ നൂറുകണക്കിന് ആർട്ടിക്കിൾസ് വരെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് സമ്മതിക്കും. ഒരിക്കൽ പോലും ഇതിൻ്റെ 1 രൂപ ഞാൻ എഴുതിയതാണല്ലോ, നമുക്കിത് പങ്കിട്ടുകൂടെ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ തന്നെയുമല്ല, ഞങ്ങൾ സോഷ്യൽ ആക്ടിവിസത്തിൽ നടക്കുന്ന കാലത്ത്, അന്നെനിക്ക് ശമ്പളമൊന്നുമില്ല, ഞാൻ ലീവ് വിത്തൗട്ട് പേ ആണ് കൊള്ളുന്നത്, 100 രൂപ എനിക്ക് വരുമാനമില്ല. ആ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്,
അനേക പ്രോജക്ട്സ് നമ്മൾ നടത്തുന്നുണ്ട് ഈ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ. അതിൽ നിന്നൊരു മാസം 20,000 രൂപ ശമ്പളം എന്ന നിലയിലല്ല, ഒരു ഓണററി എന്ന നിലയിൽ എടുത്തുകൂടെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അപ്പോഴെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്, സ്വാമിയും ഞാനും തമ്മിലുള്ള ബന്ധം അത് ദൈവദൃഷ്ടിയിൽ പരിശുദ്ധമാണ് എന്ന് ഞാൻ കാണുന്നു. എങ്കിൽ മാത്രമേ ഇതുകൊണ്ട് ഈ രാജ്യത്തിന് നന്മ വരൂ. ഏതെങ്കിലും ഒരു ബന്ധത്തിൽ 1 രൂപ കടന്നാൽ അത് അശുദ്ധമായി തീരും. അങ്ങനെ സംഭവിക്കരുത് എന്ന് നിർബന്ധം പിടിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്നോട് മറ്റാരോടുമില്ലാത്ത ബഹുമാനവും വിശ്വാസവും ഉണ്ടായത്. അദ്ദേഹം മരിക്കുന്നതിൻ്റെ തലേ ദിവസം വരെയും എന്നോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്തിമമായ കാര്യങ്ങൾ മുഴുവനും എന്നോടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ അവകാശമായിട്ട് തന്നെ പറയുകയാണ്, ഇത് അഹങ്കാരമായിട്ട് ഞാൻ പറയുകയാണ്. ഞാൻ പറഞ്ഞത്, മറ്റുള്ളവർ ദൈവ വെളിച്ചം അനുഭവിക്കുന്നത് നാം ഇന്നത് ചെയ്തില്ല എന്നതുകൊണ്ടല്ല. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഈ ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തും. നമുക്കറിയാം, ഭാരതത്തിൽ വർഗീയ പരമായി റിലീജിയസ് എക്സ്ട്രീമിസം കൂടുതലായി ആരോപിക്കപ്പെടുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിനോടും ബജ്രംഗ് ദളിനോടുമാണ്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗമായിരുന്ന സിമി, അതൊക്കെ ബാൻ ചെയ്യപ്പെട്ടു പോയി. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നാഷണൽ പ്രസിഡൻ്റായിരുന്ന ശ്രീ വിഷ്ണു ഹരിദാൽമിയ, അദ്ദേഹത്തെ ആക്സിഡൻ്റലായി ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ്റെ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസൻസ് ആയിരുന്നത് വിധത്തിൽ കൂടെ പരിചയപ്പെട്ട ശേഷം അദ്ദേഹത്തിന് എന്നോട് അതുല്യമായ സ്നേഹവും ബഹുമാനവും ഉണ്ടായി. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്ന ദിവസം എൻ്റെ ഭവനം സന്ദർശിക്കാമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ആ സമയത്ത് എനിക്ക് കേരളത്തിലൊരു പ്രോഗ്രാമുണ്ട്, ഞാൻ ഡൽഹിയിലായിരുന്നെങ്കിൽ തീർച്ചയായും വന്ന് ഞാൻ പറഞ്ഞു. അന്നേരം പറഞ്ഞു, അയ്യോ അത് എനിക്ക് വലിയ സങ്കടമായിപ്പോയല്ലോ. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? പറഞ്ഞു, ആ ദിവസം എൻ്റെ 75ാമത്തെ ബർത്ത് ആനിവേഴ്സറിയാണ്. ഞങ്ങൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഈ 75ാമത്തെ ബർത്ത് ആനിവേഴ്സറി വളരെ പ്രത്യേകതയുള്ളതാണ്. അന്നേ ദിവസം താങ്കൾ എൻ്റെ ഭവനം സന്ദർശിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു, ഒരു നിവൃത്തിയുമില്ല എന്നിട്ടാണ്. ഞാൻ മാസങ്ങൾക്ക് മുൻപ് കൊടുത്ത ഒരു കമ്മിറ്റ്മെൻറ്റാണ്. ഞാൻ കേരളത്തിൽ നിന്ന് പോയി വന്ന ശേഷം ഉടൻ തന്നെ ഞാൻ നിങ്ങളുടെ ഭവനത്തിൽ വരുന്നതായിരിക്കും. ഞാൻ അതുപോലെ വന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് അദ്ദേഹം ഒരു ഗോൾഡ് കോയിൻ തന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഇത് സ്വീകരിക്കുകയില്ല എന്ന ഭയത്തോടെയാണ് ഞാൻ തരുന്നത്. പക്ഷേ ഈ സന്ദർഭത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് നിങ്ങൾ നിരാകരിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് തരുന്നത്. ഞാൻ പറഞ്ഞത്, പ്രിയമുള്ളവരെ, നാം മറ്റുള്ളവരെ വെറുത്തിട്ടോ അവർക്ക് കുഷ്ഠമുണ്ട് എന്ന വിധത്തിൽ അവരോട് ഇടപെട്ടിട്ടോ അല്ല, അവരോട് സഹകരിച്ചില്ല എന്നതൊരു മേന്മയല്ല, അത് നമ്മുടെ അല്പത്തരത്തെ കാണിക്കുന്നു. അവരുടെ മുമ്പിൽ പ്രകാശിക്കത്തക്കവണ്ണം നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ടോ എന്നതാണ് പ്രശ്നം. ഇത് യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ ഈ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. നിങ്ങൾ ലോകത്തിൽ മറ്റുള്ളവരുടെ ഉള്ളിലെ ഇരുട്ട് കണ്ടുപിടിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണെന്നല്ല യേശു പറഞ്ഞത്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ അവരാരാണെന്ന് അവർക്ക് ബോധ്യം നൽകുന്നത്. അത് മനസ്സിലാക്കാൻ ക്രിസ്ത്യാനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും അള്ളിപ്പിടിച്ച് നിൽക്കുക, ഒരു ചെറിയ പള്ളിയുടെ കോണിൽ നിൽക്കുക, ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു മെത്രാൻ്റെ പുറകെ ഇങ്ങനെ വാലും ചുറ്റി നടക്കുക, അല്പം ആനുകൂല്യം പ്രാപിക്കുക, സ്വാർത്ഥത കൊണ്ട് മാത്രം ദൈവത്തെ അറിയുക. അതുകൊണ്ട് വളരെ വളരെ കൃശഗാത്രരായി അങ്ങ് ഉണങ്ങി വരണ്ട് ചുക്കിച്ചൊളിഞ്ഞ് ക്രിസ്ത്യാനി ഇന്ന് നിൽക്കുകയാണ്. ആരെങ്കിലും നമ്മെ കണ്ടാൽ ദൈവം ഉണ്ട് എന്നോ യേശു എന്ന് പറയുന്ന ആളിനെ അനുകരിക്കുന്നവരാണിവർ എന്നോ ബോധ്യമാകാൻ വല്ല മാർഗവുമുണ്ടോ? ഈ സമയത്ത് മറ്റൊരു അനുഭവം കൂടെ വരുന്നത് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അത് പറഞ്ഞില്ലെങ്കിൽ സങ്കടമാണ്. ഞാൻ ഡൽഹി മൈനോറിറ്റീസ് കമ്മീഷനിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു മുസ്ലിം, അദ്ദേഹത്തിൻ്റെ പേര് ഖുരേഷി എന്നാണ്. അദ്ദേഹം
ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജാണ്. ഗുജറാത്ത് ഹൈക്കോടതിയുടെ നിന്ന് റിട്ടയർ ചെയ്ത ജഡ്ജ്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡിസ്ട്രിക്ട് ജഡ്ജൊക്കെ ആയിരിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ ഉൾപ്പെടുന്ന കേസുകൾ എൻ്റെ മുമ്പിൽ ധാരാളമായി വരാറുണ്ടായിരുന്നു. ഏതെങ്കിലും കേസിൽ ഒരു ക്രിസ്ത്യൻ പെറ്റീഷണറോ ഡിഫൻഡറോ ആണെങ്കിൽ ഞാൻ വളരെ ബഹുമാനത്തോടു കൂടെയാണ്, ശ്രദ്ധയോടു കൂടെയാണ് ആ കേസ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന. കാരണം ഇവർ ദൈവത്തിൻ്റെ ജനമാണെന്നും അവർക്ക് നീതി ലഭിക്കേണ്ട, അല്ലെങ്കിൽ അവർക്ക് നീതി കൊടുക്കേണ്ട കടമ എനിക്കുണ്ട് എന്നും എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഞാൻ വളരെ ശ്രദ്ധിച്ചിരുന്നു. എന്നിട്ട് അടുത്ത വാചകം അദ്ദേഹം പറഞ്ഞത്, പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അത് തെറ്റായിരുന്നു. ക്രിസ്ത്യാനികളുടെ ഈ അവരെ പറ്റിയുള്ള അവകാശമൊന്നും അത്ര കാമ്പുള്ളതല്ല എന്നെനിക്ക് ബോധ്യമായി എന്നും അദ്ദേഹം പറഞ്ഞു. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് യേശുവിൻ്റെ പ്രത്യേകതയെ സാക്ഷീകരിക്കത്തക്കോണം നമ്മുടെ ഉള്ളിൽ എന്തുണ്ട് എന്നതിനെപ്പറ്റി എന്തെങ്കിലും ബോധ്യമുണ്ടോ? അങ്ങനെ സാക്ഷ്യമുള്ള ജീവിതം നയിക്കത്തക്കോണം വിശ്വാസികളെ പരിശീലിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യത്തക്കോണമുള്ള ഒരു ഊന്നൽ ഏതെങ്കിലും സഭയുടെ ജീവിതത്തിൽ, സഭയുടെ അജപാലക ശുശ്രൂഷ എന്നൊക്കെ പറയുന്ന കാര്യത്തിൻ്റെ ആ തിരിച്ചറിവിലുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം. പണം പിരിക്കുന്നു, പണം ചിലവാക്കുന്നു. ചിലർ അതുകൊണ്ട് ആർഭാടത്തോടെ ജീവിക്കുന്നു. മറ്റു ചിലർ അതുപയോഗിച്ച് അധർമ്മം പ്രവർത്തിച്ച് അതിൻ്റെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനായി കോടികൾ വാരിയെറിയുന്നു. ഇതല്ലാതെ നമ്മൾ സ്ഥാപനങ്ങൾ നടത്തുന്നു, ഇടത്തോട്ട് തിരിഞ്ഞാൽ കോഴ, വലത്തോട്ട് തിരിഞ്ഞാൽ കോഴി. ഇതിനപ്പുറത്ത് നമുക്ക് ഈ സമൂഹത്തിനൊരു സാക്ഷ്യം നൽകാനില്ല. പിന്നെ ഈ കാലങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കുന്ന കലാപരിപാടികൾ. എന്നിട്ട് പറയും, നിങ്ങൾ ശാസ്ത്രീയ സംഗീതം പഠിക്കരുത്, ശാസ്ത്രീയമായ നൃത്തം പഠിക്കരുത്, നിങ്ങൾ മറ്റ് ജാതികളുമായി യാതൊരു ബന്ധവും ഉണ്ടാകരുത്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, അവരെ തൊട്ടുപോകരുത്, അവർ തുപ്പും, അവർ തൂറും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞിരുന്ന് വെറും തുപ്പലായി നീ മാറി. ഒന്നും ഈ സമൂഹത്തിന് കൊടുക്കാൻ കഴിവില്ലാത്തവരായി നമ്മൾ അധപ്പതിച്ച് പോയി. ആ സങ്കടം സഹിക്കാൻ കഴിഞ്ഞിട്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ ആരെയും വിമർശിച്ച് പറയുന്നതല്ല. നമ്മളിങ്ങനെ ആയിത്തീരേണ്ട യാതൊരു കാര്യവുമില്ല. കേരള സമൂഹത്തിൻ്റെ അനുഗ്രഹമായും അഭിമാനമായും യേശുവിനെ അറിയുന്ന ജനത്തിന് വളരുവാനും നിലകൊള്ളുവാനും എല്ലാ സാധ്യതയും അവകാശവുമുണ്ട് എന്ന ശക്തമായ അടിയുറച്ച വിശ്വാസം എനിക്കില്ലായിരുന്നുവെങ്കിൽ ഞാനിത് നിങ്ങളോട് പറയുമായിരുന്നില്ല. അതുകൊണ്ട് അനിൽ ആൻ്റണി അമ്പലങ്ങളിൽ പോയി അത് കാണിച്ചു, ഇത് കാണിച്ചു. എന്നാൽ അതേസമയം ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മൻ, അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് അസംബ്ലിയിൽ കയറുന്നതിന് മുൻപ് ഒരമ്പലത്തിൽ പോയി തുലാഭാരം നടത്തിയപ്പോൾ ആർക്കും ഒരു പ്രശ്നവുമില്ല. കാരണം ഇദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്, ഇദ്ദേഹം BJP-ക്കാരനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നീ കോൺഗ്രസ് ആണോ, നീ BJP ആണോ, നീ കമ്മ്യൂണിസ്റ്റ് ആണോ, അത് നിൻ്റെ തീരുമാനമാണ്. എനിക്കതിനകത്തൊന്നും പറയാനില്ല. പക്ഷേ നിൻ്റെ ആത്മീയമായ പ്രവർത്തനങ്ങൾ, നിൻ്റെ വ്യക്തിത്വം, നിൻ്റെ ആത്മീയ സംസ്കാരം, കാഴ്ചപ്പാട്, അതിൻ്റെ മാഹാത്മ്യം എന്ത് എന്നതിനെപ്പറ്റി മാത്രമേ എനിക്ക് ചിന്തയുള്ളൂ. അതിനെപ്പറ്റി മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയാനുള്ളൂ. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന മാനദണ്ഡത്തിൽ വെച്ച് നിങ്ങളെയും എന്നെയും അളന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഇത് മാത്രമേ എനിക്ക് പ്രശ്നമായിട്ടുള്ളൂ. എന്നാൽ അത് മാത്രം ചിന്തിക്കാൻ ആരും കൂട്ടാക്കുന്നില്ല എന്നതിനെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, അനിൽ ആൻ്റണി അമ്പലത്തിൽ പോയതിൽ എന്തെങ്കിലും അതിശയോക്തിയോ സംഭവിക്കാത്തൊരു കാര്യം സംഭവിച്ചു എന്നതോ ഇല്ല. അതങ്ങനെ സംഭവിക്കേണ്ടത് തന്നെയാണ്. കാരണം അനിൽ ആൻ്റണിക്ക് ജയിക്കാൻ ക്രിസ്ത്യാനിയുടെ മാത്രം വോട്ട് പോരാ, ക്രിസ്ത്യാനിയുടെ വോട്ട് കിട്ടത്തില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. അനിൽ ആൻ്റണിക്ക് ജയിക്കണമെങ്കിൽ ഹിന്ദുക്കളുടെ വോട്ട് വേണം. ഹിന്ദുക്കളുടെ വോട്ട് വേണമെങ്കിൽ അവരെ സ്വീകരിക്കണം. ഞാൻ നിങ്ങളെയും സ്വീകരിക്കുന്നു എന്ന്
ഏറ്റവും ഹ്രസ്വമായും ആധികാരികവുമായും പറഞ്ഞറിയിക്കാനുള്ള ഒരു ഭാഷയാണ്, ഒരു ഷോർട്ട് ഹാൻഡ് മെസ്സേജാണ്. അവിടെ അമ്പലത്തിൽ പോകുന്നു, തൊഴുന്നു. ആ ഭക്തി കൊണ്ടൊന്നുമല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ്. നമ്മളെല്ലാവരും പള്ളിയിൽ പോകുന്നത് പോലെയും പ്രാർത്ഥിക്കുന്നത് പോലെയും കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം പോയത്. അപ്പോൾ കാര്യസാധ്യത്തിന് വേണ്ടി തലകുത്തി നിൽക്കണം എന്ന് പറഞ്ഞാൽ അനിൽ ആൻ്റണിയും ചെയ്യും, നാം ഓരോരുത്തരും ചെയ്യും. ഇപ്പം നാളെ ഒരു ആൾ ദൈവം പറയുകയാണ്, നിൻ്റെ ക്യാൻസർ പോകാനായിട്ട് എൻ്റെ മുമ്പിൽ 5 മണിക്കൂർ തലകുത്തി നിൽക്കണം. നമ്മൾ ചെയ്യും, യാതൊരു സംശയമില്ല. അത് ക്രിസ്ത്യൻ ആൾ ദൈവമാണോ ഹിന്ദു ആൾ ദൈവമാണോ എന്നൊന്നും നമ്മൾ നോക്കത്തില്ല. നമുക്കെന്തെങ്കിലും ലാഭമുണ്ടോ, കാലിടേണ്ട ലാഭമുണ്ടോ, നമ്മളത് ചെയ്തിരിക്കും. കാലണ പോക്കറ്റ് വിട്ട് കഴിയുമ്പോൾ, അയ്യോ നിങ്ങൾ ദൈവത്തെ അപമാനിക്കുന്ന പണി ചെയ്യരുത്, നിങ്ങൾ അവിടെ പോകരുത്, ഇവിടെ പോകരുത്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് വെറും അല്പത്തരമാണ്, അല്പത്തരത്തിൻ്റെ കൂടാണിത്. ഇതിനെപ്പറ്റി ലജ്ജിക്കണം. പക്ഷെ ലജ്ജ പോലും നമ്മുടെ ഇടയിൽ നിന്ന് ഒളിച്ചോടിപ്പോയി കഴിഞ്ഞാൽ നാം എന്ത് ചെയ്യും? മനുഷ്യൻ വളരാത്തതിൻ്റെ പ്രശ്നങ്ങളാണിത് മുഴുവനും. മനുഷ്യ വ്യക്തിത്വം വളരാതെ കിടന്ന് തളർന്ന് ശോഷിച്ച്, തലച്ചോറുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കത്തില്ല, തൊലി എന്ന് പറയുന്നത് കട്ടി കൂടി വരുന്നു, ഹൃദയമെന്ന് പറയുന്ന ഒരു കാര്യം ഇടിക്കുന്നില്ല, മാനുഷികമായ വികാരങ്ങൾ മരച്ചിട്ട് നാളേറെയായി. ഇതൊരു വലിയ മതപരമായ ഭക്തിയാണെന്നും പറഞ്ഞ് കൊണ്ട് നടക്കുന്നു. ഇതുകൊണ്ട് നമ്മൾ നശിച്ച് നാരായണക്കല്ലാകുകയാണ്. അതിനെപ്പറ്റി ഒരു ബോധ്യം നമ്മുടെ കയ്യിൽ ഉണ്ടാകണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.